നമസ്തേ. ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് പുറത്ത്. പുതിയ മദ്യനയം അഴിമതിക്ക് വേണ്ടിയെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് 2022 പരാതി നൽകിയിരുന്നു. കടലാസ് കമ്പനികൾക്കും ബിനാമി പാർട്ടികൾക്കും വേണ്ടിയാണ് നയരൂപീകരണമെന്ന ആരോപണമാണ് കോൺഗ്രസ് അന്ന് മുന്നോട്ട് വെച്ചത്. ഈ വിഷയത്തിൽ BJPയുടെ പ്രതിനിധി ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി എന്നിവരാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ, അതായത് മദ്യനയം രൂപീകരിച്ചതിൽ അന്ന് പരാതിയുമായി പോയ കോൺഗ്രസ് ഇപ്പോഴിതാ അരവിന്ദ് കെജ്രിവാൾ വിശുദ്ധനാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെയും പൊക്കിപ്പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ചൂണ്ടിക്കാണിക്കുന്നതിൽ ശരിയില്ലേ? ഇത് ഇരട്ടത്താപ്പ് തന്നെയല്ലേ? ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് കെജ്രിവാളിനെ ഈ ഘട്ടത്തിൽ തള്ളാൻ പറ്റില്ല, കൂടെ നിർത്തണം. നമുക്കറിയാം, ഡൽഹി എത്രയോ കാലം ഭരിച്ചതാണ് കോൺഗ്രസ്, അല്ലേ? ഷീലാ ദീക്ഷിതിനെതിരെ ഒക്കെ അഴിമതി ആരോപണം ഉന്നയിച്ചവരാണ് ആപ്പ്. അപ്പോൾ ആപ്പിൻ്റെ നേതാവ്, ആപ്പിൻ്റെ എല്ലാമായ അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ഒരു അടി കിട്ടിയിട്ടുണ്ട്. ആ അടിയേറ്റതിൽ ആഘോഷിക്കുന്നതിന് പകരം അരവിന്ദ് കെജ്രിവാളിനോട് തോൾ ചേർന്ന് പോകുന്ന ഒരു സമീപനം കോൺഗ്രസ് എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കെജ്രിവാൾ വേണം എന്ന ആ ഒരു ഒറ്റ നിലപാട് കൊണ്ടാണോ ഇങ്ങനെയൊരു ഒരു ഒരു നയത്തിൽ പോകുന്നത്? അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസം പിന്നിടുകയാണ്. ഇന്നലെയും മിനിങ്ങാന്നും ഒന്നും ഇല്ലാതിരുന്ന ഒരു നരേഷൻ വളരെ പെട്ടെന്ന് ഇന്ന് പല കോണുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വരികയാണ്. ഞാൻ ദേശീയ ചാനലുകളൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി ഇങ്ങോട്ട് ഈ ചർച്ചയ്ക്ക്, ജനം TVയിലെ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ്. വളരെ പെട്ടെന്ന് ഇന്ന് ഇത് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത്. കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ ആദ്യമേ അഴിമതിക്കാരനെ ചിത്രീകരിക്കുന്നതിൽ മുൻപിൽ നിന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള നരേഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നരേഷൻ ഇപ്പോൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വന്നത്? അതിന് കാരണം എന്ന് പറയുന്നത്, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ദേശീയ രാഷ്ട്രീയത്തില് വലിയ ചലനങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടി ഒരു ശക്തി, ഒരു കെട്ടുറപ്പ്, ഒന്നുകൂടി പോരാടുവാൻ 2024 തെരഞ്ഞെടുപ്പിൽ പൂർവാധികം ശക്തമായി പോരാടുവാനുള്ള ഒരു ഇന്ധനം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നൽകിയിട്ടുണ്ട്. ഞാൻ വളരെ കൃത്യമായി തന്നെ ചോദിക്കട്ടെ, ഇന്ന് ഈ മുഴുവൻ കുന്തമനയും കോൺഗ്രസിന് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് എന്താ പറയുക, ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കുക, കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും വീണ്ടും തമ്മിൽ തല്ലിക്കുക, ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കുക, പരസ്പരം അഭിപ്രായ അനൈക്യം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ അജണ്ടയിൽ ഞാൻ വളരെ കൃത്യമായി തന്നെ ഇന്നലെ ED വിചാരണ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട്, അതിനകത്ത് എവിടെയെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് ആണ്. ഞാൻ വളരെ കൃത്യമായി തന്നെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, പ്രവീൺ കുമാർ റായ്, അദ്ദേഹം ഡയറക്ടർ ഓഫ് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്. 2, വിനയ് കുമാർ സക്സേന, ഡൽഹിയുടെ അന്നത്തെ ലഫ്റ്റനന്റ് ഗവർണർ. ഈ 2 പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് എന്ന് ഇന്നലെ ED നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരിടത്തും കോൺഗ്രസ് ഇതിനകത്ത് പരാമർശം നടത്തിയിട്ടില്ല എന്നൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പ്രാദേശികമായി ഡൽഹിയിലെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ അന്ന് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഈ ആരോപണം ഉയർന്നു വന്ന സമയത്ത്, വളരെ ആസൂത്രിതമായി ഒരു ആരോപണം ഉയർന്നു വന്ന സമയത്ത്, അല്ല പ്രൊഫസർ റോണി, ഞാനൊന്ന് താങ്കളെ തിരുത്താൻ നോക്കുകയാണ്. അതായത് ഇപ്പോൾ EDക്ക് പരാതി നൽകിയിട്ടുണ്ടാവില്ല, പക്ഷേ 3/6/2022 ജൂൺ 3 ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ബിനാമി കമ്പനികളുടെ പേര് ഉൾപ്പെടെ എടുത്തു പറഞ്ഞായിരുന്നു കോൺഗ്രസ് അന്ന് പരാതി നൽകിയത്. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അനിൽകുമാർ ആണെന്ന് പരാതി നൽകിയത്. ഒരേ മാനേജ്മെൻറ്റിൻ്റെ 2 സ്ഥാപനങ്ങൾക്ക് 2-ൽ കൂടുതൽ സോണുകൾ മദ്യവിതരണത്തിന് നൽകാനാവില്ലെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണ ചട്ടം. ഒയാസിസ് ഡിസ്റ്റിലറി, നോവ ഗാർമെൻറ്റ്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നയവ്യതിയാനം വഴി നേട്ടമുണ്ടാക്കാനായി സമാനമായ നിരവധി ബിനാമി ഇടപാടുകൾ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളും അതുപോലെ ശിരോമണി അകാലിദൾ MLA ദീപ് മൽഹോത്രയും ചേർന്നാണ് അഴിമതി നടത്തിയത് എന്നാണ്. 2022
ജൂൺ 3 അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ആ പരാതി ഇംഗ്ലീഷിൽ കൊടുത്ത ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അനിൽകുമാർ പ്രസിഡന്റ്, അത് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഞാൻ വായിക്കാം. അതിൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇ ഡിക്ക് പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് കോൺഗ്രസ് ആണ്. അനിൽകുമാർ അല്ല, അനിൽ ചൗധരി. അദ്ദേഹം അന്ന് PCC പ്രസിഡന്റാണ്. ഞാനും അദ്ദേഹം നൽകിയ പരാതി വായിച്ചിട്ടാണ് ഈ ചർച്ചയിലേക്ക് വന്നത്. അതിന്റെ അകത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, അതിന്റെ സ്കാം എന്നോ അഴിമതി എന്നോ അല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡൽഹിയുടെ പുതിയ അനിൽകുമാർ തന്നെയാണ് കേട്ടോ, അനിൽകുമാർ. ഓക്കെ ശരി, അനിൽകുമാർ ചൗധരി. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മദ്യനയം കാർട്ടലുകളുടെ രൂപീകരണത്തിന് അവിടെ സഹായകരമാകും. കാർട്ടൽ എന്ന് പറഞ്ഞാൽ കുത്തകകൾ. അപ്പം അവിടെ മദ്യമേഖലയിൽ കുത്തകകൾ പിടിമുറുക്കുവാൻ വേണ്ടി ഈ മദ്യനയം കാരണമാകും. അതുകൊണ്ട് ആ മദ്യനയം തിരുത്തണം, അതിനാവശ്യമായ നടപടി, അതിൽ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അത് നിഷേധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കോൺഗ്രസ് പരാതി നൽകിയിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ പ്രാദേശികമോ ഇതിന്റെ അകത്ത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു നേതാവ് പോലും അരവിന്ദ് കെജ്രിവാളിനെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഈ പരാതിയൊക്കെ നൽകുന്ന സമയത്ത് എന്നാണ് ഈ വേട്ടകൾ പൂർവാധികം ശക്തമായി ഈ ED കഴിഞ്ഞ 2 വർഷം, കഴിഞ്ഞ ഒരു 1.5 വർഷമാണ് ED അതിന്റെ മുഴുവൻ രൗദ്രഭാവത്തിലും, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, രൗദ്രഭാവത്തിലും ഈ വേട്ട, പ്രതിപക്ഷ നേതാക്കന്മാരുടെ വേട്ട. അന്ന് അതിന് ഞങ്ങൾ 2021 തെരഞ്ഞെടുപ്പിലൊക്കെ, ഡൽഹി തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയത് അരവിന്ദ് കെജ്രിവാളുമായി. പഞ്ചാബിൽ ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളുമായി ഞങ്ങൾ ഏറ്റുമുട്ടിയത്. അപ്പോൾ പ്രാദേശിക തലത്തിൽ പഞ്ചാബ് പോലെ അല്ലെ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രാദേശികമായി ഈ ആം ആദ്മി പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഒരു നിലപാട്, കാരണം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ഈ രാജ്യത്ത് നടക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നടപടികൾക്കെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞോട്ടെ, എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടാൻ തുടങ്ങിയത്? ഡൽഹിയിലെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ വലിയ പോരാട്ടം നടത്തി. അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ തന്നെ വിധി ഉണ്ടായി. അതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവരുന്നു. ആ സമയങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിനൊപ്പം തന്നെ ഈ പാർലമെന്റിൽ കൊണ്ടുവന്ന ഓർഡിനൻസ് അത് നിയമമാക്കാൻ വേണ്ടി ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിന് അതിശക്തമായി ഞങ്ങൾ കേജ്രിവാളിനൊപ്പം നിന്ന് എതിർത്ത ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ പൊതുവായ വിഷയങ്ങളിൽ, പൊതുവായ ഒരു പ്ലാറ്റ്ഫോമിന് ഒരിക്കലും പിന്നെ ഇന്ന് ഈ പറയുന്നത് പോലെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് കേജ്രിവാളിനെ വേട്ടയാടിയത്, കോൺഗ്രസ് വേട്ടയാടിയതിന്റെ 1000 മടങ്ങ് BJP കേജ്രിവാളിനെ വേട്ടയാടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേജ്രിവാളിനെതിരെ ഇപ്പോൾ ചുമത്തപ്പെട്ട കേസ്, അദ്ദേഹത്തെ വേട്ടയാടുന്നത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുന്നത് ഒക്കെ വളരെ തന്നെ ഞാൻ ഈ പറയുന്ന അയാളാണ് സൂത്രധാരൻ. ഈ അഴിമതിയുടെ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് ED അക്കമിട്ട് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, നോക്കൂ, മുൻ ഉപമുഖ്യമന്ത്രി സിസോദിയ 14 മാസമായി ജയിലിൽ കിടക്കുക. നോക്കൂ, എന്തെങ്കിലും ഈ അഴിമതിയിൽ പങ്കില്ല എന്ന് സുപ്രീം കോടതിയെ ബോധിപ്പിക്കാം. ഇത്രയും അതായത് ആ കാലയളവ് നോക്കൂ, 14 മാസമായിട്ട് കിടക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല, കോടതികളെ, നീതിപീഠങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവുന്നില്ല. അതായത് കോൺഗ്രസിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആപ്പിനെ ബോധ്യപ്പെടുത്താനാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ സിസോദിയ ഉൾപ്പെടെയുള്ളവർ, അവരുടെ മറ്റു നേതാക്കന്മാർ കിടക്കുന്നുണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് പുറത്തു വരാൻ പറ്റുന്നില്ല? അപ്പോൾ ED പറയുന്നു തെളിവ് നശിപ്പിക്കാൻ ഇദ്ദേഹം കൂട്ടുനിന്നു. മാത്രമല്ല, ഇദ്ദേഹമാണ് ഈ നയം രൂപീകരിച്ചത്. മാത്രമല്ല, ഇവരെ പൊക്കിക്കൊണ്ടുവന്ന അണ്ണാ ഹസാരെ ഇന്നലെ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ മാധ്യമങ്ങളോട്? ഇതിൽ തെറ്റുണ്ട്, തിരുത്തണം എന്നൊക്കെ അദ്ദേഹം ഉപദേശിച്ചിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോയി. അപ്പോൾ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്താൻ രൂപീകൃതമായിട്ടുള്ളൊരു പാർട്ടി, ആം ആദ്മി പാർട്ടി, ആ പാർട്ടി അധികാര കസേരയിലെത്തിയപ്പോൾ ശരിയാണ്, അവർ ആ നാട്ടുകാരെ സഹായിക്കുന്നുണ്ട്, സൗജന്യമായിട്ട് വൈദ്യുതിയും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ പണം കണ്ടപ്പോൾ കേജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ കമഴ്ന്നടിച്ചു വീണു. അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേജ്രിവാൾ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ED ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ വെറും ഒരു അതായത് ഈ രാഷ്ട്രീയ ലാഭത്തിനായി ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ, പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ BJP അതൊരു ആയുധമാക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നു. ഈ ആരോപണങ്ങളൊക്കെ എത്ര കാലം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാനാവും പ്രൊഫസർ റോണി?
ഈ തെറ്റ് ചെയ്തവരെന്നും അഴിമതിക്കാരെന്നും ചൂണ്ടിക്കാട്ടി ED വല വിരിച്ച് വലയിൽ കുരുക്കിയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ആ കേസിലൊക്കെ പിന്നീടുണ്ടായ അവസ്ഥ എന്താണെന്നുള്ളത് ജനൻ TVയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും മാധ്യമങ്ങളോ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നത് DK ശിവകുമാർ. എത്രയോ വളഞ്ഞിട്ട് ആക്രമിച്ചു DK ശിവകുമാറിനെ. അദ്ദേഹത്തിന്റെ പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്ത് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടായി. കർണാടകയിലെ വലിയ വ്യവസായി അദ്ദേഹം പുഴയിലേക്ക് ചാടി. എന്തൊരു വലിയ വേട്ടയാണ് നടത്തിയത്. 2 ആഴ്ച മുമ്പേ അദ്ദേഹത്തിന് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകി. അത് ഈ രാജ്യത്തെ മാധ്യമങ്ങളൊന്നും എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അപ്പോൾ ED ഞാൻ ഒരു കാര്യം, ഒറ്റ കാര്യം മാത്രം കൃത്യമായി ചോദിച്ചോട്ടെ. ഇന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അദ്ദേഹത്തിന് നേരെ 25,000 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ FIR കൊടുത്ത് കുറ്റപത്രം കൊടുത്ത് അദ്ദേഹത്തെ പ്രതിയാക്കി കോടതിയിൽ കേസ് ഫയൽ ചെയ്തതാണ് EDയും CBIയും. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം NCPയെ പിളർത്തി BJP മുന്നണിയുടെ ഭാഗമായി. കഴിഞ്ഞയാഴ്ച കൊടുത്ത അന്തിമ റിപ്പോർട്ടിൽ അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ എന്താ? അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് സംശയിക്കുന്നത് എന്താ? EDയെ ഒരു രാഷ്ട്രീയ ഉപകരണമായി, EDയെ പ്രതിപക്ഷ പാർട്ടികളെ നിശബ്ദമാക്കുവാൻ അരവിന്ദ് കേജ്രിവാളിനെ ഇപ്പോൾ തുറുങ്കിലടച്ചു. 7 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും, അദ്ദേഹം പുറത്തു വരും. പക്ഷെ കുറ്റപത്രം കൊടുക്കാൻ വീണ്ടും 90 ദിവസം എടുക്കും. ആ 90 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിയും. അദ്ദേഹത്തെ കുറ്റപത്രം കൊടുത്ത് വിചാരണ നടത്തി അദ്ദേഹത്തെ അവസാനം വെറുതെ വിട്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകും. അപ്പോൾ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പിന്നെ BJP ആഗ്രഹിക്കുന്ന കുറെ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി BJP ആഗ്രഹിക്കുന്നു. ഒന്ന്, അവരുടെ ഭരണപരാജയങ്ങളെല്ലാം അവർക്ക് മൂടി വെക്കാം. കാരണം പുതിയ പുതിയ അജണ്ടകൾ വരിക, പുതിയ പുതിയ വിഷയങ്ങൾ വരിക. മാധ്യമങ്ങളെയും നവമാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് നുണക്കഥകൾ ഇങ്ങോട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് എന്താ ഇന്ന് ഈ രാജ്യം ചർച്ച ചെയ്യുന്ന മുഴുവൻ വിഷയങ്ങളെ മൂടി വെച്ചുകൊണ്ട് അജണ്ടകൾ വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്തുകൊണ്ട്. കാരണം എന്താ, ഇന്ന് ഈ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത അന്നാണ് സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്തത്. അതിനെക്കുറിച്ച് ഈ രാജ്യത്തെ ഒരു മാധ്യമം ചർച്ച ചെയ്യുന്നില്ല. കാരണം എന്താ? ഇവിടെ ഫോക്കസ് മാറി, മുഴുവൻ ഫോക്കസും അരവിന്ദ് കേജ്രിവാളിലേക്ക് മാറി. അപ്പോൾ വളരെ ബോധപൂർവം തന്നെ ഞാൻ ഒറ്റ കഴിഞ്ഞിട്ട് അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിലെ ഏതെങ്കിലും നീതിന്യായ പീഠം പിന്നെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. അദ്ദേഹം ചോദ്യം ചെയ്യുവാനായിട്ട് സ്വമേധയാ വരുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് ചോദ്യം ചെയ്യാനുള്ള അവകാശം EDക്കുണ്ട്. പക്ഷെ അദ്ദേഹത്തെ എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്? അല്ല, എത്ര തവണ നോട്ടീസ് നൽകി? പ്രൊഫസർ റോണി, അത് മറന്നുപോയോ താങ്കൾ? എത്ര തവണ അരവിന്ദ് കേജ്രിവാളിന്റെ നോട്ടീസ് നൽകി? അദ്ദേഹം ഈ നമ്മുടെ ഇവിടെ കേരളത്തിൽ പിണറായി പറയുന്ന പോലെ മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ആരെയും ഭയക്കണ്ട, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നൊക്കെ പറയുന്ന ആ ഒരു പോളിസിയാണല്ലോ, നിലപാടാണല്ലോ അരവിന്ദ് കേജ്രിവാളിനുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ED നോട്ടീസ് നൽകിയപ്പോൾ അവിടെ ഹാജരാവാതെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോയത്? അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയിക്കാമല്ലോ. അല്ല, അത് കൃത്യമായി രാഷ്ട്രീയ നിലപാടാണ്. കാരണം ED തകപോക്കാൻ വേണ്ടി, വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി കൃത്യമായി രാഷ്ട്രീയ വേട്ട നടത്തുന്നു എന്ന് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ പിന്നെ EDയുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ED പറയട്ടെ, ED എന്താ ചെയ്യുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. അതിനു വേണ്ടിയിട്ടാണ് അരവിന്ദ് കേജ്രിവാൾ. അല്ലാതെ അരവിന്ദ് കേജ്രിവാൾ ഭയപ്പെട്ട് ഓടിയതോ പേടിച്ചോടിയതോ ഒന്നുമല്ല. കൃത്യമായി അദ്ദേഹം ആദ്യം തൊട്ട് ഓക്കെ പ്രൊഫസർ റോണി, ഷാബു പ്രസാദ്, അതായത് പ്രതിപക്ഷം സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന ആക്ഷേപം തന്നെ ഇപ്പോഴും ആ നിലപാടിൽ നിന്ന് അവർ മാറിയിട്ടില്ല. അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇങ്ങനെ ഒരു അജണ്ടയുമായിട്ട് BJP മുന്നോട്ട് പോകുന്നു, NDA മുന്നോട്ട് പോകുന്നു, കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു, പൊളിറ്റിക്കൽ വെപ്പണാക്കുന്നു, ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അരവിന്ദ് കേജ്രിവാളിൻ്റെ അറസ്റ്റിനെ കാണാനാവൂ എന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം നമുക്ക് മുഖവിലക്കെടുക്കാനാവും? ഷാബു പ്രസാദ്. നമ്പ്യാരെ, ഞാൻ ഒരു ചെറിയ ചരിത്രം നിങ്ങളുടെ അടുത്ത് പറയാം. ഇവിടെ നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും, 1996 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, അന്ന് കോൺഗ്രസ് ഭരിക്കുകയാണ്, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് CBI ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുറേ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഒരു ജെയിൻ ഹവാല കേസ് ഫയൽ ചെയ്തു. അത് ഒരു ജെയിൻ, അയാളുടെ ഡയറിയിൽ പേരുണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും പേരിൽ കേസ്. അതിൻ്റെ ആ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ അകത്തുള്ളവരുണ്ടായിരുന്നു, പ്രതിപക്ഷത്തുള്ളവരുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ അകത്തെ നരസിംഹറാവുവിൻ്റെ എതിർപക്ഷത്ത് നിന്ന മാധവറാവ് സിന്ധ്യ അങ്ങനെയുള്ളവരുടെ പേരിലും ഉണ്ടായിരുന്നു. അതേപോലെ BJPയിൽ നിന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന LK അദ്വാനിയുടെ പേരിലും ഈ ജെയിൻ ഹവാല കേസ്. ഒന്നുമില്ല, അയാളുടെ ഡയറിയിൽ ഒരു പേരുണ്ടായിരുന്നു, അത്രമാത്രം. അന്ന് LK അദ്വാനി സ്വീകരിച്ചൊരു നിലപാട് എന്താണെന്നറിയാം? ആ നിമിഷം അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ചു.
ഒരു പ്രഖ്യാപനവും നടത്തി. ഇനിയും ഈ കേസിൽ നിന്ന് ഞാൻ അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരുന്നത് വരെ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലെ, അതായത് ഒന്ന് ആലോചിക്കുക, ഒരാളുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഈ കേസ് എന്ന് അവസാനിക്കുമെന്നോ എപ്പോഴവസാനിക്കുമെന്നോ ഒന്നും അറിയില്ല. എത്ര കാലം വേണമെങ്കിൽ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന സംഭവമാണ്. ആ സമയത്ത് LK അദ്വാനി എടുത്തൊരു നിലപാടാണ്. അദ്ദേഹം 1996 പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. അദ്ദേഹം മത്സരിച്ചിട്ട് പിന്നീട് ആ കോടതി തന്നെ ഇത് വലിച്ചു കീറി കൊട്ടയിലിട്ട് ആ കേസ് അങ്ങനെ തന്നെ ക്വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് 98 അദ്ദേഹം വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതുപോലെ 2010 ഇവരെന്നും പറയുമല്ലോ, അതായത് ഗുജറാത്ത് കലാപത്തിലെ നരേന്ദ്രമോദിയുടെ പങ്ക് എന്ന് പറഞ്ഞു. ഇവര് UPA ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് നരേന്ദ്രമോദിക്കെതിരെ ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ CBI രൂപീകരിച്ചു, RK രാഘവന്റെ നേതൃത്വത്തിലുള്ള. അങ്ങനെ അദ്ദേഹത്തിനെ പൂട്ടാൻ പറ്റുന്ന എല്ലാ മാർഗവും അവർ നോക്കി, UPA ഭരിച്ചിരുന്ന സമയം. എന്നിട്ട് നരേന്ദ്രമോദിയോട് ഈ അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഹാജരായി. അദ്ദേഹത്തിന് മുട്ടായ്പനി, നെഞ്ചുവേദനയും ഒന്നും വന്നില്ല. 10 മണിക്കൂർ തുടർച്ചയായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ CBIയുടെ സംഘം ഗ്രില്ല് ചെയ്തു, ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അദ്ദേഹം പൂർണ്ണമായും ഇതിൻ്റെ അകത്ത് നിരപരാധിയാണ്. UPA ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ. കഴിഞ്ഞ് അങ്ങനെയാണ് അദ്ദേഹം അതിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ 2 സംഭവങ്ങളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും ഒന്ന് ആലോചിച്ചു. ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഈ കെജ്രിവാളിനോട് 9 തവണയോ മറ്റോ ആണ് ഈ EDക്ക് മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. ഈ ഇത്രയും തവണ അദ്ദേഹം കാര്യം ഇത് ഇവിടെ പ്രൊഫസർ റോഡ് പറയുന്നില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകേണ്ട കാര്യമില്ല. എന്തൊരു നിലപാടാണിത്? അത് സത്യത്തിൽ ഈ രാജ്യത്തെ നിയമം ഇവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ഇവർ ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിന്റെ ഭാഗമാണ്. ആ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. ഇവിടെ കേരളത്തിൽ തോമസ് ഐസക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? തോമസ് ഐസക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. തോമസ് ഐസക് ചെയ്യുന്നതിനെ ഇവർ വിമർശിക്കും കേട്ടോ, അത് വേറെ കാര്യം. അതായത് ഈ രാജ്യത്ത് അദ്ദേഹം നിരപരാധിയാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയാണെന്നേ ഭയപ്പെടേണ്ടത്. നമ്പ്യാരെ, നാളെ നിങ്ങളുടെ വീട്ടിലോട്ട് ED വരിക, അല്ലെങ്കിൽ EDയുടെ ഓഫീസിൽ ഹാജരാകണം. നമ്പ്യാർക്ക് എന്തിനേലും പേടിക്കേണ്ട കാര്യമുണ്ട്? അല്ല ഷാബു പ്രസാദ്, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പിന്നെ മുഖ്യപ്രതി സ്വപ്നയെ ഒരു തവണ വിളിച്ചു എന്ന് പറഞ്ഞ് നോട്ടീസ് പോലും തരാതെയാണ്, അതായത് അന്ന് കസ്റ്റംസ് നോട്ടീസ് പോലും തന്നിട്ടില്ല, ഫോണിൽ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത്. അതെ, അതാ പറഞ്ഞേ. എന്തുകൊണ്ട് നിങ്ങൾ പോയി? നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാവുന്നേ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. നിങ്ങളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരം പറയാനുണ്ട്. അവർക്ക് വേണ്ട രേഖകൾ ചോദിക്കണമെങ്കിൽ അത് എടുത്തു കൊടുക്കാനുണ്ട്. ആരെ പേടിക്കണം? നിങ്ങൾ പോകുന്നില്ല എങ്കിൽ, നിങ്ങൾ അതിന് തയ്യാറാവുന്നില്ല എങ്കിൽ, അവരെ ഒഴിവാക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അവരെ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ്. ഇത്രയും നാൾ ഇത് ഇപ്പം ഈ ഇലക്ഷൻ ഇപ്പോഴല്ലേ അനൗൺസ് ചെയ്തത്, ഇലക്ഷൻ ഇപ്പോഴല്ലേ വന്നത്. ഇത് 2022 മുതലുള്ള കേസാണിത്. എത്ര പ്രാവശ്യം ഇത്രയും കാലം ഈ അരവിന്ദ് കെജ്രിവാളിനോട് നിങ്ങൾ EDയുടെ മുമ്പിൽ ഹാജരായി നിങ്ങൾ വിശദീകരണം കൊടുത്ത കാര്യം കഴിഞ്ഞില്ലേ? ഇവിടെ സംഭവം കഴിഞ്ഞല്ലോ. അങ്ങനെ വെറുതെ ഒന്നും ഒരു ഒരു അന്വേഷണ ഏജൻസിക്ക് ഒരാളെ, അതും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ തൂക്കിയെടുത്തോണ്ട് പോകാനൊന്നും പറ്റില്ല. ഇനി മറ്റൊരു കാര്യം, ഈ പ്രൊഫസർ റോണി പറയുന്നു മനീഷ് സിസോദിയ കിടക്കുന്നു 14 മാസമായിട്ട് ജയിലിൽ. ഇപ്പതാ ഇത് ഇങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ആരാണ് വിട്ടത്? നരേന്ദ്രമോദിയാണോ വിട്ടത്? സുഹൃത്തെ, ഈ ED ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ഹാജരാക്കിയത് നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ BJP പ്രസിഡന്റിന്റെ മുമ്പിലോ BJP ഓഫീസിലോ അല്ല. ഇവിടുത്തെ ഈ നാട്ടിലെ നീതിന്യായ സംവിധാനത്തിന്റെ മുമ്പിലാണ്, കോടതിയിലാണ്. 24 മണിക്കൂറിൽ കൂടുതൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ കസ്റ്റഡി വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല, കോടതിയിൽ ഹാജരാക്കിയേ പറ്റൂ. അങ്ങനെ ആ കോടതിയാണ് പറഞ്ഞത് ഇയാൾ കസ്റ്റഡി പോട്ടെ എന്ന് പറഞ്ഞത്. ഒരു സർക്കാരിനോ സർക്കാർ സംവിധാനത്തിനോ എക്സിക്യൂട്ടീവിനോ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ
ഒരാളെ 14 മാസം ജയിലിലിടാൻ കഴിയില്ല ഈ നാട്ടില്. അത് കഴിഞ്ഞിരുന്നു പണ്ട് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്ത്. പക്ഷേ ഇപ്പോ അത് പറ്റില്ല. അത് മനീഷ് സിസോദിയെ ജയിലിലിട്ടിരിക്കുന്നത് കോടതിയാണ്, അല്ലാതെ നരേന്ദ്രമോദി അല്ല. ആ കോടതിയെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ രാജ്യത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ മനു അഭിഷേക് സിംഗ്വിയാണ് കെജ്രിവാളിന് വേണ്ടിയിട്ട് ഹാജരായിരിക്കുന്നത്. ആ മനു അഭിഷേക് സിംഗ്വിക്കോ കോൺഗ്രസിനോ ഈ കോടതിയെ നമ്മുടെ നിയമ സംവിധാനത്തിന് ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ there is something is stinking. ഉറപ്പല്ലേ ഇത്? എത്ര പറഞ്ഞല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ വെറുതെ കൊണ്ടുപോയി ഈ പറഞ്ഞ പോലെ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ശക്തമായ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. അത് ഇന്നലെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം ഇവിടെ ക്ലിയറാണ്, ഇത്രമാത്രം ക്ലിയറാണ്. പിന്നെ ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ അടുത്ത കാലം വരെ ഈ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഈ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ അത് BJPയുടെ ബി ടീമാണ്. പ്രതിപക്ഷ വോട്ടുകൾ പിളർത്താൻ വേണ്ടി BJPയുടെ ഒരു ബി ടീമാണ് ഈ ആം ആദ്മി പാർട്ടി. അവർ ഗുജറാത്തിൽ വന്ന് മത്സരിച്ചത് BJPയെ സഹായിക്കാനാണ്, ഗോവയിൽ വന്ന് മത്സരിച്ചത് BJPയെ സഹായിക്കാനാണ്, ഹരിയാനയിൽ മത്സരിച്ചത് BJPയെ സഹായിക്കാനാണ്. ഇതായിരുന്നല്ലോ ഇവരുടെ നിലപാട് അടുത്ത കാലം വരെ. പിന്നെ മറ്റൊരു കാര്യം, ഇവരിപ്പോ പറയുന്നത് നരേന്ദ്രമോദിയും BJPയും ഒക്കെ അങ്ങ് എന്തോ പേടിച്ച് ഉറക്കം ഞെട്ടി പേടിച്ച് മൂത്രമൊഴിച്ച് നിൽക്കുകയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ ഇവരുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഒക്കെ മുമ്പിലത്. പക്ഷേ എന്ത് കാര്യം, കുറെ കാലമായി രാഹുൽ ഗാന്ധി പറഞ്ഞു നരേന്ദ്രമോദിക്ക് എന്നെ ഭയങ്കര പേടിയാണ്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി മുട്ടുറച്ച് ആശുപത്രിയിലാവും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിലുണ്ടല്ലോ ഇവർക്കൊരു വല്ലാതെ ഒരു സമനില നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായി. രാജ്യത്തിന്റെ ഇതുവരെ വന്ന സർവ്വ സർവേകളും അതുപോലെ രാജ്യത്തിന്റെ ഒരു പൊതുവികാരവും എങ്ങോട്ടാണ് എന്ന ബോധ്യം ഇവർക്ക് ശരിയായ രീതിയിൽ ബോധ്യം വന്നത് ഇപ്പോഴാണ്. പക്ഷെ അപ്പോഴേക്ക് സമയമൊക്കെ ഒരുപാട് വൈകിപ്പോയി. കാര്യം ഇപ്പം നരേന്ദ്രമോദിയും NDA സഖ്യവും ഒക്കെ വള്ളപ്പാടുകൾക്ക് മുമ്പിലാണ്. കേവലം ഒരു പാസ് മാർക്കല്ല ഇപ്പോൾ നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത്, BJP ലക്ഷ്യം വെക്കുന്നത്. നമുക്കൊക്കെ അറിയാൻ പറ്റും. അത് ഡിസ്റ്റിങ്ഷനൊക്കെ കഴിഞ്ഞ് അതിനപ്പുറത്തേക്കുള്ള ഒരു മാർക്ക് മതി, ഞങ്ങൾക്ക് വെറും പാസ് മാർക്ക് വാങ്ങിയല്ല ഞങ്ങൾക്ക് ഭരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ടൊരു സൂചന നൽകി. ആ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അല്ലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. സത്യത്തില് നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഇങ്ങനെയുള്ള ഈ നമ്പറിന്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ട എല്ലാ ഘടകങ്ങളും NDA സഖ്യത്തിനുണ്ട്, നരേന്ദ്രമോദിക്കുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ആയുധങ്ങൾ BJP ഇവർ പറയുന്നു BJP രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു. ഈ ആയുധം BJPയുടെ കൈ കൊണ്ട് കൊടുക്കുന്നത് ആരാണപ്പാ? നിങ്ങൾ എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? ഈ രാജ്യത്ത് 29 സംസ്ഥാനങ്ങളും 29 മുഖ്യമന്ത്രിമാരും ഉണ്ട്. എന്ത് ഈ അരവിന്ദ് കെജ്രിവാളിനെയും അല്ലെങ്കിൽ ഷിബു സോറിനെയും മാത്രം CBI വെക്കാൻ പോയി? ഈ രാജ്യത്ത് പ്രതിപക്ഷം ഭരിക്കുന്നില്ലേ? എത്ര സ്ഥലങ്ങളിൽ, എത്ര സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്നു? അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം. എന്തിനാണ് ഈ തോന്നിവാസത്തിന് പോകുന്നത്? അതിന് പോയാൽ അതിന്റെ പണി കിട്ടും. അതിന് തെരഞ്ഞെടുപ്പ് കാലമെന്നോ അല്ലാത്ത കാലമെന്നോ സമാധാന കാലമെന്നോ സാധാരണ കാലമെന്നോ ഒന്നുമില്ല. ഇപ്പൊ സത്യത്തിൽ കോൺഗ്രസ് കുടുങ്ങി. എന്താ പറഞ്ഞാൽ ഇവരുടെ ഈ ഇന്ത്യ സഖ്യത്തിലേക്ക് ഇവരുമായിട്ടുള്ള സീറ്റ് ഷെയറിംഗ് ചർച്ചയൊക്കെ ഇപ്പൊ കഴിഞ്ഞ് ഒന്ന് സെറ്റിലായതേ ഉള്ളൂ. ആ സെറ്റിലായപ്പോഴത്തേക്ക് കിടക്കുന്ന ചട്ടിയിൽ. ഇതാണിപ്പോ അവസ്ഥ. ഇത് വേണ്ടിയിരുന്നില്ല, അത് പോയി കുടുങ്ങുകയും ചെയ്തു. ഇനിയിപ്പോ പഴയ പറഞ്ഞതൊന്നും വിഴുങ്ങാനും വയ്യ, ഛർദ്ദിക്കാനും വയ്യ. ഇങ്ങനെ ഒരുതരം ചെകുത്താനും കടലിനും പെട്ട ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. പ്രൊഫസർ റോണിയുടെ മാനസികാവസ്ഥയും ആ പാർട്ടിയുടെ അവസ്ഥയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടൊന്നും തോന്നിയിട്ട് കാര്യമില്ല. കാര്യം ഇവിടെ ഒരു മാധ്യമത്തിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയാൻ വിധിക്കപ്പെട്ട ഒരു പാവം മാധ്യമ ചാവേറാണ് ഈ പ്രൊഫസർ റോണി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഞാൻ കുറ്റം പറയുന്നില്ല. കാര്യം ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റൂ. എന്തായാലും ഡൽഹിയിലെ പുതിയ മദ്യനയം അഴിമതിക്ക് വേണ്ടിയെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് 2022 പരാതി നൽകിയിരുന്നു.
കൃത്യമായിട്ട് ആ പരാതി പറഞ്ഞിരിക്കുന്ന കടലാസ് കമ്പനികൾക്കും അതുപോലെ ബിനാമി പാർട്ടികൾക്കും വേണ്ടിയാണ് നയരൂപീകരണമെന്ന ആരോപണം. അതാണ് അന്ന് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഡൽഹി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് പിറകോട്ട് പോകുന്നു കോൺഗ്രസ്. ഈ അരവിന്ദ് കെജ്രിവാളിനെ പൂർണ്ണമായും പിന്തുണക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷനെ അടക്കം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടുന്ന സംഘം കണ്ടിരുന്നു. ഈ കാര്യങ്ങൾ അവരുടെ ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെ ഒരു ഇരട്ടത്താപ്പായിട്ട് കാണാൻ അങ്ങനെയല്ലേ പറ്റൂ എന്നുള്ളൊരു ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്.